സ്റ്റാർ എവിടെ? ഓക്കെ, ചകിരി കൊണ്ടുള്ള സ്റ്റാർ കണ്ട സ്റ്റാർ. വേറെന്തിനുണ്ട് ഇവിടെ? വേറെന്തിനുണ്ട്? സ്റ്റാറുണ്ട്. ഹായ്, പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ ഓൾ കേരള ട്രിപ്പ് തുടങ്ങിയിട്ട് 6ാം ദിവസമാണ്. 6ാം ദിവസം രാവിലെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉള്ളത് ചങ്ങനാശ്ശേരിയാണ്. ഇന്നലെ സ്റ്റേ ഇവിടെയായിരുന്നു. നമ്മൾ ഇന്നലെ രാത്രി വന്നു, ഫുഡൊക്കെ കഴിച്ചു, ഉറങ്ങി. അതിനുശേഷം രാവിലെ, ഇന്ന് ഞായറാഴ്ച കൂടെയാണ്, ഇന്ന് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്തുള്ള തന്നെ ഒരു പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയതിന് ശേഷമാണ് നമ്മൾ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോവുക. പള്ളിയിൽ പോയി കുറച്ച് സമയം ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തില്ല ആലപ്പുഴ, അതുകൊണ്ട് ആലപ്പുഴ തന്നെ തിരിച്ച് പോവുകയാണ്. കുറച്ച് സ്ഥലങ്ങളൂടെ കാണാനുണ്ട്. അങ്ങനെയുള്ള ക്രമീകരണമാണ് ഇന്ന് ചെയ്തേക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ ഫ്രഷായി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സാധനങ്ങളൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. സൺഡേ ആയതുകൊണ്ട് ഇന്ന് ആദ്യം പള്ളിയിൽ പോയി കുറച്ചു നേരം ആരാധനയ്ക്ക് പങ്കെടുത്തതിന് ശേഷം ആലപ്പുഴ ബീച്ച് തൊട്ട് അങ്ങോട്ടുള്ള സ്ഥലങ്ങൾ കുറച്ച് കാണാനുണ്ട്. അതൊക്കെ കണ്ടിട്ടായിരിക്കും നമ്മളിനി കോട്ടയത്തല്ലേ, നാളെ കോട്ടയത്തോട്ട് കിടക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സ് ആണ്. ആദി ബിൽഡേഴ്സ് ആണ് നമ്മുടെ ഇന്നത്തെ ദിവസം സ്പോൺസർ ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പണി അല്ലെങ്കിൽ കെട്ടിട നിർമ്മാണം, ഇതാണ് അവരുടെ വർക്ക് എന്ന് പറയുന്നത്. ഇതിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുത്തേക്കാം. വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങൾക്ക് വീടിന്റെ പണിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റിൽ തന്നെ അത് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എത്രയാണ് ബഡ്ജറ്റ്, ഇപ്പോൾ ലോ ബഡ്ജറ്റ് ആയാലും ഹൈ ബഡ്ജറ്റ് ആയാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് അവർ കോൺട്രാക്ട് ചെയ്യുമ്പോൾ തന്നെ അവർ ആ വീട് പണിയാൻ എടുക്കുന്ന എല്ലാ, ഇപ്പോൾ സിമെന്റ് ആയാലും കമ്പി ആയാലും എല്ലാ ടൈപ്പ് ടൈൽസ് ആയാലും എല്ലാ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവർ മുന്നേ ആ കരാറിൽ കോൺട്രാക്റ്റിൽ രേഖപ്പെടുത്തിയിരിക്കും. ഏത് കമ്പനിയാണ് അത്, ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയാണ് അത് എടുക്കുന്നത്. അതെല്ലാം കോൺട്രാക്ട് ചെയ്യാനായിട്ടൊരു എമൗണ്ട് കൊടുത്തേക്കും. നിങ്ങളുടെ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിനെക്കാട്ടി അധികമായിട്ട് നല്ലൊരു ഭവനം നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു പ്രത്യേക ഒരു ഏജൻസി കമ്പനിയാണല്ലേ. അപ്പോൾ അതിന്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുത്തേക്കാം. നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്യുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്പോൺസർ ചെയ്യുന്നത് ആദി ബിൽഡേഴ്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതായിരുന്നു നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്ത റൂം. നമ്മളിവിടുന്ന് ഇവിടെ പറയാണ്. അപ്പോൾ ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ പോയി ഏകദേശം കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. അതിനുശേഷം നമ്മൾ ഇറങ്ങി. നല്ല മഴയാണ്. ആലപ്പുഴയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇതുപോലെ തന്നെ രാത്രി വന്നപ്പോഴത്തേക്കും മഴയുണ്ടായിരുന്നു. റോഡിലൊക്കെ വെള്ളം കയറി കിടന്നു. നമുക്ക് ഓരോ സ്ഥലത്തെ അവസ്ഥകൾ, സ്ഥിതിവിശേഷങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരു നല്ല സ്റ്റെപ്പ് മഴ പെയ്തു. അതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് റോഡ് സൈഡിലാണ്. നമ്മൾ ഉപ്പുമാവും പപ്പടമൊക്കെ, അപ്പോൾ നമ്മുടെ രീതിയിൽ ആഹാരമൊക്കെ പാചകം ചെയ്ത് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇനി അടുത്തൊരു ചർച്ചിലേക്കാണ് പോകുന്നത്. ചമ്പക്കുളം അടുത്തുള്ളൊരു ചർച്ചിലാണ് പോകുന്നത്. അപ്പോൾ പോകും വഴിയാണ് നമ്മൾ കാപ്പി പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അപ്പോൾ ഇത് നമ്മൾ ഇറങ്ങിയ സ്ഥലമാണ്. കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോയാണ്. മഴയുണ്ട്, യാത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള മഴയല്ല, എന്നാലും മഴയുണ്ട്. അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ആലപ്പുഴ എപ്പിസോഡിൽ പല സ്ഥലത്ത് നമ്മൾ പോയപ്പോൾ ഈ കാണുന്നത് പോലെയായിരുന്നു. നമ്മളെ റോഡിലേക്ക് വെള്ളം ഇങ്ങനെ കയറി കിടക്കും. നമുക്കിത് പരിചയമുള്ള കാഴ്ച അല്ലാത്തതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഭയം തോന്നിയേക്കാം. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു കൂസലില്ലാത്ത കാര്യമാണ്. കാരണം ഇത് സ്ഥിരം ഇവർ കാണുന്ന കാഴ്ചയാണ്. മഴയുള്ള അവസരത്തിൽ അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ ഇവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. നമുക്ക് പക്ഷേ
ഇത് എപ്പോഴും കാണുന്ന കാഴ്ച അല്ലാത്തതുകൊണ്ട് ഉള്ളിൽ അല്പം ഭയം ഉണ്ടായിരുന്നു. കാരണം റോഡിലേക്ക് കയറി കിടക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ രാത്രി യാത്രകളിൽ നമ്മൾ ഇതുപോലുള്ള അവസരങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചർച്ച് തന്നെയായിരിക്കും നമ്മൾ പുളിങ്കുന്ന് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ജില്ലയിലെ പുളിങ്കുന്ന് എന്ന് പറഞ്ഞാൽ ഈ ചർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. സിനിമ ഫീൽഡിൽ, അതായത് സിനിമ ലൊക്കേഷനിൽ ഒത്തിരിയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു ചർച്ചാണ്. കാരണം നമുക്കറിയാം ചിമ്പുവിൻ്റെയും ദൃശ്യയുടെയും സിനിമ ആയിട്ടുള്ള വിനയത്താണ്ടി വരുവായ ആ സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതാണ്. ഈ പള്ളിക്കകത്ത് വെച്ചാണ് ആ സോങ്ങിൽ എൻഗേജ്മെൻറ്റ് അതൊക്കെ കാണിക്കുന്നത്. വിനയത്താണ്ടി വരുവായ ആ സിനിമയുടെ ലൊക്കേഷൻ. അതുകൊണ്ട് സൗണ്ട് തോമ, ദിലീപിൻ്റെ സൗണ്ട് തോമ, പിന്നെ ദുൽഖർ സൽമാൻ്റെ പട്ടം പോലെ സിനിമ, പിന്നെ കുഞ്ചാക്കോ ബോബൻ്റെ കുട്ടനാടൻ മാർപ്പാപ്പ എന്നീ സിനിമയുടെ ക്ലൈമാക്സ് ഒക്കെ ഈ ഫ്രണ്ടിൽ ആ കുട്ടനാടൻ മാർപ്പാപ്പ എന്ന് പറയുന്ന ആ സിനിമയുടെ ക്ലൈമാക്സ് മാരേജ് പ്രപ്പോസലൊക്കെ നടക്കുന്നതാണ്. ഇവിടെ ബോട്ട് വന്നിട്ട് ഇവിടുത്തെ സീനാണ്. ഇപ്പോൾ നല്ല വെള്ളം കയറി കിടപ്പുണ്ട്. ആ പടി വരെ റോഡ് വരെയും വെള്ളം കയറി കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ലാസ്റ്റത്തെ പ്രപ്പോസൽ സീൻ, മാരേജ് പ്രപ്പോസൽ സീനൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ പള്ളിയിലാണ് ഇത്രയും സിനിമകൾ. ഇതൊക്കെ കുറച്ച് ഹിറ്റായിട്ടുള്ള സിനിമകളാണ്. ഇതല്ലാതെ ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട്. വിനയത്താൻ്റെ ഒരുപാട് സൗണ്ട് തോമ, കുട്ടനാടൻ മാർപ്പാപ്പ, പട്ടം പോലെ, അതൊക്കെ ഇതിൻ്റെ ഫ്രണ്ടിൽ. ആ പട്ടം പോലെ സിനിമയുടെ ഇത് കുറേ ഭാഗങ്ങളൊക്കെ ഈ ഫ്രണ്ടിൽ ഓട്ടോയിൽ വന്നിട്ടുള്ള ആ സീനൊക്കെ ഈ റോഡിൽ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഈ പള്ളിയാണ്. അങ്ങനെ വളരെയധികം അറിയപ്പെടുന്നൊരു ചർച്ചയെന്ന് തന്നെ പറയാം. ചെമ്പക്കുളം ചർച്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ചെമ്പക്കുളം കല്ലൂർക്കാട് സെൻറ്റ് മേരീസ് ബസിലിക്ക. ചെമ്പക്കുളം വലിയ പള്ളി എന്നും ഈ പള്ളി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്നാണ്
ഈ ചമ്പക്കുളം പള്ളി. കൂടാതെ ആലപ്പുഴ ജില്ലയിലെ മിക്കവാറും എല്ലാ കത്തോലിക്ക സുറിയാനി പള്ളികളുടെയും മാതൃദേവാലയമാണ് ഇത്. AD 427 പള്ളി സ്ഥാപിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷം ഈ പള്ളി പല തവണ പുനർനിർമ്മിക്കപ്പെട്ടു. ചമ്പക്കുളം പള്ളി ഒരു കാലത്ത് വിശുദ്ധ തോമസ് ലീഗ തന്നെ സ്ഥാപിച്ച നിരണം പള്ളിയുടെ കീഴിലായിരുന്നു. പള്ളിയുടെ ചുറ്റുപാടിൽ കണ്ടെത്തിയ നിരവധി ശിലാലിഖിതങ്ങൾ പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. ചമ്പക്കുളം പള്ളിയിലെ ഓപ്പൺ എയർ റോക്ക് ക്രോസ് അതിൻ്റെ പൗരാണികതയുടെ വ്യക്തമായ രേഖകളുള്ള ഏറ്റവും പുരാതനമായ കുരിശുകളിലൊന്നാണ്. അത് AD 1151 മുതലുള്ളതാണ്. പള്ളിക്ക് ചുറ്റും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതൽ പറയുന്ന നിരവധി പുരാവസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട്. ചമ്പക്കുളം പള്ളിയെ യൂണിവേഴ്സൽ ചർച്ച് ബസിലിക്കയായി അംഗീകരിച്ചിട്ടുണ്ട്. 2016 നവംബർ 27 ഫ്രാൻസ് മാർപ്പാപ്പയും ചങ്ങനാശ്ശേരി മെത്രാപ്പോലീത്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടവും ചേർന്ന് പള്ളിയെ ബസിലിക്കയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ആദ്യത്തെ ബസിലിക്കയും സീറോ മലബാർ സഭയിലെ 4ാമത്തേതും കേരളത്തിൽ 9ാമത്തേതും ഇന്ത്യയിലെ 23ാമത്തേതുമായ ബസിലിക്കയാണിത്. കാലക്രമേണ പള്ളി കാര്യമായ നവീകരണത്തിന് വിധേയമായി. തുടക്കത്തിൽ 100ഓളം ഇരിപ്പിടങ്ങൾ ഉള്ള ഒരു ചെറിയ പാരിഷ് ഹാൾ ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ പാരിഷ് ഹാൾ നിർമ്മിച്ചു. 2011 ജനുവരി 3 ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പുതിയതിൽ 800-ലധികം സീറ്റുകളുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ യാത്ര തിരിച്ചു. 2 പള്ളികളിൽ പോയി. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ആലപ്പുഴയിലെ തന്നെ എലിഫന്റ് ട്രെയിനിങ് ക്യാമ്പിലോട്ടാണ് നമ്മൾ ഇനി പോകാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 22 കിലോമീറ്ററോളം ഉണ്ട് ഈ ക്യാമ്പിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. രാവിലെ അത്യാവശ്യം നല്ല വലിയ മഴയൊക്കെ വന്നു. ഇപ്പം കാലാവസ്ഥ തെളിഞ്ഞ കാലാവസ്ഥയാണ്. വെയിൽ ഇതെപ്പോൾ മാറുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ പോകുന്നത് എലിഫന്റ് ട്രെയിനിങ് ക്യാമ്പിലേക്കാണ്. നമ്മൾ റോഡിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലൊരു സ്ഥലം കണ്ടത്. ദൂരെ ഒരു പള്ളി ഇരിപ്പുണ്ട്. അതിന് തന്നെ ഓഡിറ്റോറിയം എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി എലിഫന്റ് ട്രെയിനിങ് സെൻറ്ററിലോട്ട് പോകുന്നതിനിടയ്ക്കാണ് ഇതുപോലൊരു സംഭവം കണ്ടത്. കുട്ടനാട് അല്ലെങ്കിൽ ആലപ്പുഴ എന്ന് പറയുമ്പോൾ ഈ നെല്ലും ഇതുപോലുള്ള കാഴ്ചകൾ പാടങ്ങളൊക്കെ ഒരുപാട് കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ അതൊക്കെയാണ് ഉള്ളത്. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ നമ്മളിതുപോലെ കണ്ടപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ ഇങ്ങനെ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുപോലൊരു കാഴ്ച കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി ഇറങ്ങിയതാണ്. വളരെ ഒരു രസമാണ്, ഭയങ്കര രസമാണ്. കാരണം നടുക്ക് റോഡ്, 2 സൈഡും ഈ പാടങ്ങളാണ് ഇവിടെ കാണാനുള്ള കാഴ്ച എന്ന് പറയുന്നത്. പാടശേഖരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് റോഡ് സൈഡിൽ. കുറേയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ്. അപ്പം നമ്മൾ ഈ റോഡ് സൈഡിൽ നമുക്ക് വണ്ടിയൊക്കെ നിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് കുറച്ച് ഇറങ്ങി അല്പം എടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഡ്രോണിൻ്റെ കുറച്ച് സംഭവങ്ങളൂടെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നല്ല വിശാലമായിട്ടുള്ള പാടശേഖരമാണ് പാടം. അപ്പോൾ ഇവിടെയും നട്ടിട്ടുണ്ട്, മരുന്നടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡാണ് പള്ളിയുള്ളത്. നമ്മൾ നേരത്തെ കണ്ട പള്ളിയുള്ളത്. നമ്മളെ വണ്ടി ഇതുപോലെ കിടക്കുകയാണ്, അവിടെ കിടക്കുകയാണ്. അപ്പോൾ സാഹചര്യം ഉള്ളത് കൊണ്ട് വലിയ ഹൈറ്റൊന്നും പോകണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഡ്രോണിൻ്റെ കുറച്ച് ക്ലിപ്പൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിനി അതിനുശേഷം നമ്മൾ ഇവിടുന്ന് അടുത്ത് എലിഫന്റ് ട്രെയിനിങ് സെൻറ്ററിലേക്ക് പോവുകയാണ്. ഓക്കെ, അങ്ങോട്ട് പോവാം.
എലിഫന്റ് ട്രെയിനിങ് സെന്റർ എന്ന് പറഞ്ഞ് അടിച്ച് മാപ്പ് നോക്കി നമ്മൾ ആ സ്ഥലത്തെത്തി. പക്ഷേ അവിടെ ആനയുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കോവർ കഴുത അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എലിഫന്റ് റൈഡാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ബോട്ടിംഗ് ഉണ്ടെന്നൊന്നും അറിഞ്ഞു. ഫിഷ് സ്പാ ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. എലിഫന്റ് റൈഡ് 10 മിനിറ്റ്, ഒരാൾക്ക് 500 രൂപ, ഇതാണ് ചാർജ് അവർ പറഞ്ഞത്. എന്തായിരുന്നാലും തൽക്കാലം നമ്മൾ ആന സവാരിക്ക് കയറുന്നില്ല. ഇനി അടുത്ത ഒരു സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു 3 കിലോമീറ്റർ പരിധിയിൽ ഇവിടെ ആലപ്പുഴ പ്രതിനിധീകരിച്ചുള്ള ടയർ മ്യൂസിയം ഇന്റർനാഷണൽ ടയർ മ്യൂസിയം. അതെ, അതിൻ്റെ ഒരു മ്യൂസിയം ഉണ്ട്. അതും എത്രത്തോളം വലുതാണെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഡിസ്റ്റൻസ്. അങ്ങോട്ട് പോയി അവിടുത്തെ വിശേഷങ്ങൾ നോക്കാം. നമ്മൾ ടയർ മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. ടയർ മ്യൂസിയം ഒരാൾക്ക് 20 രൂപ ടിക്കറ്റാണ് പറഞ്ഞത്. ക്യാമറ അകത്തുകൊണ്ട് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് റേറ്റുകളൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞേക്കാം. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ടയർ മ്യൂസിയത്തിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം. കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ല ക്യാഷ് അല്ല, കാർഡ് പേയ്മെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ. സൈഡിൽ കയറുകൾ, കുറേ കയറുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പല കളറിലുള്ള കുറേ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ. ഇതിൻ്റെ ഒരു സൈഡിൽ ഇതിൻ്റെ ഹിസ്റ്ററി, കയർ ഫാക്ടറികളുടെ ആരംഭം എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ബോർഡിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യത്തെ കയർ ഫാക്ടറി ബംഗാളിൽ ചണ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരുന്ന വിദേശികളായ ജെയിംസ് ദാറയും ഹെൻറി സ്മെയിലും ബംഗാളിൽ നിന്നുള്ള സാങ്കേതിക വിദഗ്ധരായ ചാറ്റർജി മുഖർജി എന്നിവരുടെ സഹായത്തോടെ ആലപ്പുഴയിൽ ദാറ മെയിൽ ആൻഡ് കമ്പനി സ്ഥാപിക്കുന്നു. അവരുടെ വിജയം മറ്റനവധി വിദേശികളെ ആലപ്പുഴയിലേക്ക് ആകർഷിച്ചു. ഇവരുടെ പ്രതിമയാണ് ഇപ്പുറത്ത് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് ഈ കയറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ളതെന്നുള്ള ശില്പങ്ങളിലൂടെ വിവരിച്ചിട്ടുണ്ട്. തേങ്ങ എടുത്ത് കളക്ട് ചെയ്ത് അതിനെ തൊണ്ട് ആക്കി അതിനെ വെള്ളത്തിലിട്ട് അത് കളക്ട് ചെയ്ത് നമ്മൾ അടിച്ച് അതിനെ കയറാക്കി അത് അതിൻ്റെ മെഷീനിൽ കയറ്റി അതിൻ്റെ കയറായിട്ട് എടുക്കുന്നു. ആ ഒരു രീതി ഇവിടെ ശില്പങ്ങളിലൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കയറിനെ കുറിച്ച് ഒരു കൃതി തന്നെ എഴുതിയിട്ടുണ്ട് തകഴി ശിവശങ്കരപിള്ള. നമ്മൾ ഇന്നലെ പുള്ളിയുടെ വീടും മ്യൂസിയവും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഇവിടെ എഴുതിയിട്ടുണ്ട് കയർ തകഴി. ജ്ഞാനപീഠ ജേതാവും വിശ്വസാഹിത്യകാരനുമായ തകഴിയുടെ മാസ്റ്റർ പീസ് കൃതിയാണ് കയർ. ഈ കൃതിയിൽ ചകരിയെക്കുറിച്ചോ കയറിനെക്കുറിച്ചോ പരാമർശിച്ചിട്ടില്ല. പക്ഷേ ആദിയും അന്തവുമില്ലാത്ത മനുഷ്യ ജീവിതങ്ങൾ ഇഴചേർന്ന് അവതരിക്കപ്പെട്ടിരിക്കുന്നു. 1000-ഓളം പേജുകൾ, ആയിരക്കണക്കിന് കഥാപാത്രങ്ങൾ, 2 നൂറ്റാണ്ടിൻ്റെ ചരിത്രം. കയർ, ആ പേര് പോലും എത്ര അനർത്ഥം. ഓക്കെ, ഇതുപോലെ തന്നെ സൈഡിൽ ഈ കയറുണ്ടാക്കാനുള്ള പ്രോസസ്സ് അത് എഴുതിയിട്ടുണ്ട്. തൊണ്ട് അഴുക്കൽ, ചകിരി ഉൽപ്പാദിക്കാനായി തൊണ്ട് 6 മുതൽ 11 മാസം വരെ കായൽ ജലത്തിൽ താഴ്ത്തിയിടുന്നു. നേരത്തെ കണ്ടപോലെ ഇതിൻ്റെ പ്രോസസ്സ് ഇവിടെ പടങ്ങളിൽ കൂടെ കണ്ടിട്ടുണ്ട്. തിരഞ്ഞെടുത്തതിന് ശേഷം
തൊണ്ട് അഴുകാൻ വേണ്ടി ഇടുന്നത് അതിനെ കൊണ്ടുവന്ന് കൂടുതൽ വ്യവസായം അല്ലാതെ ആയിട്ടുള്ള അതിനെ കയറായിട്ട് എടുക്കുന്നതൊക്കെ ഇവിടെ ഫ്ലെക്സിൽ വളരെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ ഇതിൻ്റെ ഒരു വിഷ്വലും കൊടുത്തിട്ടുണ്ട്. കയർ ഇത് ചകിരി പിരിച്ച് കയറുണ്ടാക്കുന്നതിൻ്റെ ഒരു വിഷ്വലും കൊടുത്തിട്ടുണ്ട്. ഇത് പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പല രീതിയിലുള്ള പല വലിപ്പത്തിലുള്ള ചർക്കകളാണ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടുള്ളത്. ഇനി കാണാൻ പോകുന്നത് കയറിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഓരോ മെഷീൻസാണ്. ഓരോ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നിർമ്മിച്ചിട്ടുള്ള മെഷീൻസ്. അപ്പോൾ ഇതിൻ്റെ പേര് സ്ലൈവറിംഗ് യന്ത്രം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത പിരികളോടുകൂടി സമാന്തരമായി ചകിരി രൂപപ്പെടുന്നു. ഇത് അനുഗ്രഹ തറി എന്നാണ് ഇതിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് കയറിലുള്ള വസ്ത്രങ്ങൾ, എല്ലാ തരത്തിലുള്ള കയർ ഭൂവസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് കൈത്തറി മോഡലുള്ളതാണ്. കൈത്തറി നമ്മൾ കണ്ടിട്ടുണ്ട്. അത് മോഡലിൽ കൈത്തറി നമ്മൾ ഡ്രസ്സ് മേക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കൈത്തറി, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് അതേ മോഡൽ വരുന്ന എനിക്ക് തോന്നുന്നു ഇതുപോലെ മാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കയറിൻ്റെ മാറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷീനായിരിക്കണം. ഇവിടെ ഇരിക്കുന്നത് എല്ലാം അതുപോലെ തന്നെ വലിയ ടൈപ്പ് മെഷീൻസാണ്. കറക്റ്റ് ഉപയോഗങ്ങളും കാര്യങ്ങളും പേരുകളും എല്ലാം ഇതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ മെഷീൻസ് ഈ റൂമിൽ നമുക്ക് കാണാൻ പറ്റും. സ്റ്റാർ അവിടെ നമുക്ക് ചകിരി കൊണ്ടുള്ള സ്റ്റാർ കണ്ട സ്റ്റാർ. വേറെന്തിനുണ്ട് ഇവിടെ? വേറെന്തിനുണ്ട്? സ്റ്റാറുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോഴും ട്രെയിനിങ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ പുറകെ കാണുന്ന മെഷീൻസ് എല്ലാം ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്ന ആൾക്കാർ വർക്ക് ചെയ്യിപ്പിക്കുന്ന സംഭവമുണ്ട്. ഇപ്പോൾ ചെയ്തിട്ടാണ്. ഇപ്പോൾ ശനി ഞായർ മാത്രം ഇവിടെ ക്ലാസ് ഇല്ല. അല്ലാത്ത സമയങ്ങളിൽ ഇവിടെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ആൾക്കാർ ചെയ്യുന്നത് ലൈവായിട്ട് കാണാനും പറ്റും. അപ്പോൾ ആൾക്കാർ പഠിക്കാനും അല്ലെങ്കിൽ ഇതിൻ്റെ ട്രെയിനിങ് ആയിട്ടും ഇവിടെ ഈ കയർ മ്യൂസിയത്തിൽ ചെയ്യുന്നുണ്ട്. ഒളിമ്പിക്സ്. അപ്പോൾ ഇവിടെ ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അല്ലാതെ വർക്കിംഗ് ഡേയ്സ് ഏതെങ്കിലുമാണ് വന്നിരുന്നെങ്കിൽ ഇവിടെ നിറയെ കുട്ടികളായിരിക്കും. നിറയെ ഇതിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ വരുന്നവരെ അങ്ങനെയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് വർക്ക് ചെയ്യുന്നത് കൂടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർക്ക് ലോൺ ബേസൊക്കെ കൊടുത്തിട്ട് ഇതുപോലത്തെ മെഷീൻ വാങ്ങാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ചോദിച്ച് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ഇത് ആലപ്പുഴ ജില്ലയിലെ കയർ മ്യൂസിയമാണ്. കയർ മ്യൂസിയത്തിൻ്റെ അകത്തുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. കയർ മ്യൂസിയത്തിലെ കാഴ്ചകൾ കണ്ട് നമ്മൾ ഇറങ്ങുകയാണ്. ഇനി അടുത്ത ലൊക്കേഷൻ ചിലപ്പോൾ അതിന് മുന്നേ ഇനി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കഴിക്കാൻ ഇറങ്ങിയ സ്ഥലം ഇതാണ്. മെയിൻ റോഡ് അവിടെയാണ്. അതിന് തൊട്ടടുത്തായിട്ട് ഇതുപോലൊരു ഗ്രൗണ്ടിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത്. നടന്നു പോകാൻ കൂടെ അടിക്കൂടെ പോകാൻ നോക്കട്ടെ. വെജിറ്റേറിയൻ ആണോ? വെജിറ്റേറിയൻ പോകുന്നു. നടന്നു പോകണം കൂടെ